ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. ഫാമിലി ഓഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. നന്നായിട്ടുണ്ട്. ഒരു സ്നേഹം, അമ്മ, ഒരു കണക്ഷനാണ്. ഒരു കൊച്ചുകുഞ്ഞിന്റെയും അതിനെ തേടി തേടി നടക്കുന്നവരുടെയും കഥയാണ്. നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ശ്രീമലിന്റെ അസിസ്റ്റന്റ് ആണല്ലോ സംവിധാനം ചെയ്തത്. അപ്പൊ അതേ മാറ്ററിലാണ് പടം വന്നിരിക്കുന്നത്. സക്സസ് ആണ്. നല്ല പടമാണ്. ഓക്കെ. നിങ്ങൾ കണ്ടില്ല അല്ലേ? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ആകാശബോധ സിനിമ കണ്ടിരുന്ന അങ്ങനെ ഇത് നമുക്കൊരു കുട്ടിയില്ലാത്തൊരു എത്രയോ കുടുംബം ഉണ്ടല്ലേ. ഒരു കുട്ടി ഇട്ടിട്ടില്ല. അതിന്റെ ഒരു എന്താന്ന് പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അത് കണ്ട് ഈ സെക്കൻഡ് ഹാഫ് കണ്ട് ഒരു വല്ലാത്തൊരു ഇമോഷനിലേക്ക് പോയി. ആ ഒരു വാക്ക് കിട്ടില്ല. അതാണ് സത്യസത്യമാണ്. നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. കണ്ടവരാരെങ്കിലും കൊണ്ട് ഇതേ ഒരു ഫീൽ ആയിരിക്കും ഈ സിനിമ. ഗംഭീര സ്ക്രിപ്റ്റ്, സംവിധാനം, അതിൽ അഭിനയിച്ച ഓരോ ആക്ടറും കൊണ്ടോ എടുത്തു പറയാം. നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടിയ ഒരു സിനിമ. ഇങ്ങനെ ഒരു സിനിമ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. ഈ സിനിമയൊക്കെയാണ് പ്രേക്ഷകർ കാണോ നമ്മളെപ്പോലെ ആളുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമ ഇത് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മളെപ്പോലത്തെ എല്ലാ ഓൺലൈൻകാരും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സിനിമ ഇത് തന്നെയാണെന്ന് ഞാൻ പറയാം. അത്ര ഫീൽ ഉള്ള ഒരു സിനിമ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാതെ വേറൊന്നുമല്ല. സിനിമ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് നേരം നമുക്കുള്ളിൽ തോന്നലുകൾ ഉണ്ടാവും. കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കും. അത്തരത്തിലുള്ള സിനിമയാണ്. കുറെ ആയില്ലേ നമുക്ക് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട്. നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ പോകുമ്പോഴും പല കഥാപാത്രങ്ങളും നമ്മളെ ഉള്ളിലുണ്ടാവുന്ന സിനിമകൾ കുറെ ആയി മലയാളത്തിൽ വന്നിട്ട്. അതുപോലത്തെ ഒരു സിനിമയാണ്. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ വളരെ റയറായിട്ട് നമുക്ക് കിട്ടുന്ന. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് കുറച്ച് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥയാണ് ഒരു കഥാപാത്രത്തിന്റെ. ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. സ്നേഹമുണ്ട്, കരുണയുണ്ട്, ദേഷ്യമുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട്, ഇറിറ്റേഷനുണ്ട്, ഒരു നിസ്സഹാവസ്ഥയുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അവരും ഒരുപാട് ഒരുപാട് നോക്കിയിട്ടാണ്, ഒരുപാട് പേര് ചിന്തിച്ചിട്ടാണ് എന്നിലേക്ക് എത്തിയത്. അതെനിക്ക് ചെയ്യാൻ നന്നായി പറ്റിയെന്ന് സന്തോഷമുണ്ട്. താങ്ക് യു. സിനിമയാണ്, നല്ല സിനിമയാണ്. നല്ല ഡയറക്ഷൻ, നല്ല ഡയലോഗുകള്, നല്ല എഴുത്ത്, നല്ല ഗാനങ്ങള് എല്ലാം കൊണ്ട് നല്ലൊരു സിനിമ, നല്ലൊരു കഥ. ആ കഥ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അഭിനേതാക്കളും നന്നായിട്ടുണ്ട്. ആശാൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഓരോരുത്തരും നന്നായിട്ട് തന്നെയാണ്. ആ കുട്ടിയും വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ല കരഞ്ഞില്ല, പക്ഷെ നമ്മുടെ മനസ്സ് കരയുന്നതായിരുന്നു. കാരണം ഓരോ സീനും നമ്മളെ ഒരു അമ്മ എന്ന നിലയിലൊക്കെ എന്നെ ഒരുപാട് മനസ്സിൽ നൊമ്പരങ്ങൾ ഉണർത്തിയ ഒരു സിനിമ. നല്ലൊരു സിനിമ, ഇഷ്ടപ്പെട്ടു. ഓഡിയൻസിന് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവാൻ പറ്റിയ മൂവി. ഓഡിയൻസിന് ഇമോഷണലി കണക്ട് ആവാൻ പറ്റും. കാരണം ഏതൊരാൾക്കും ഈ ഒരു അവസ്ഥ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ തന്നെ നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടീനെ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനെയും അതിനകത്ത് കൊണ്ടുവരുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഒരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ അവൾ പോരാടുന്ന ഒരു അവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമ. ഏത് ഓഡിയൻസിനായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവി? ഏത് ഓഡിയൻസിനായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഏത് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ആവുക. സ്ത്രീകളുടെ മനസ്സിനെ ആയിരിക്കും ഒരുപാട് സ്പർശിക്കുക ഈ സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.